അങ്ങനെ അങ്ങ് പോയാലോ? ഓ, സിനിമാ കളിയാണോ? അതെ. രാഷ്ട്രീയ കളിയുമായി ഓരോരുത്തർ ഇറങ്ങുമ്പോ തിരിച്ചും കളിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലും വേണ്ടേ? സിനിമാ കളി തന്നെയാ. എന്നെ തടയോ? തടയും. കാവ്യയുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ആരെയും തടയും. എവിടെ വെച്ചും തടയും. എങ്ങനെയും തടയും. ഞാൻ മുമ്പേ തന്നെ വാൺ ചെയ്തതാ. കാവ്യ വെറുതെ വിട്ടേര്. കാവ്യയുടെ ഫോട്ടോ ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കും നായികയാവാൻ പറ്റിയ ഒരാളുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ സിനിമാക്കാരങ്ങനെയാണല്ലോ. ഓരോ സിനിമയിലും പുതിയ പുതിയ നായികമാരെ വേണം. സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വരവെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, കാവ്യ സിനിമയിൽ അഭിനയിക്കുന്നില്ല. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മതി. ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. എന്റെ തീരുമാനം കാവ്യയുടെയും തീരുമാനമായിരിക്കും. അടിപൊളി. കാര്യങ്ങൾ ആ ലെവലിലേക്ക് എത്തിയല്ലേ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാനും കാവ്യയും തമ്മിൽ പരിചയമാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഓ, പിടികിട്ടി. മുമ്പ് ഹൈക്കോടതിയിൽ എന്റെ കേസ് വാദിക്കാൻ കാവ്യ വന്നപ്പോ ആ റിസോർട്ടിലായിരുന്നല്ലേ താമസം? നിങ്ങളൊക്കെ ഷൂട്ടിങ്ങിന് താമസിച്ച ആ റിസോർട്ട് അവിടെ വെച്ചായിരിക്കും കാവ്യ കണ്ടത് അല്ലേ? അങ്ങനെ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറകെ വന്നതാണ്. പക്ഷേ കാവ്യയുടെ പുറകെ നടക്കണ്ട. കാവ്യ അഭിനയിക്കാൻ വരില്ല. അത് കാവ്യയല്ലേ പറയേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ തീരുമാനങ്ങളാ കാവ്യയുടെ തീരുമാനങ്ങളെന്ന്. ഏതായാലും താങ്കളോടങ്ങ് തുറന്നു പറഞ്ഞേക്കാം, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന കുട്ടിയാ കാവ്യ. അയ്യോ, ചിരിച്ചിരിച്ച് എനിക്ക് വല്ല അറ്റാക്കും വരുമെന്നാ തോന്നുന്നേ. വേറൊരാളും കൂടെ ഇവിടെ ഇല്ലാതായി പോയല്ലോ. ഒന്ന് പറഞ്ഞു ചിരിക്കാൻ. താൻ എന്നെ വിളിച്ചു വരുത്തി കളിയാക്കുകയാണോ? കൈ എടുക്കുമോനെ. ആദ്യം താൻ കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം കൈ എടുക്കണോ കൈ വെക്കണോ എന്ന്. എടോ മന്ത്രിപുത്ര, നിയമങ്ങളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലേ? ഒരാളെ വിവാഹം കഴിക്കണമെങ്കിൽ അയാൾ വിവാഹിതനോ വിവാഹിതയോ ആണെങ്കിൽ നിലവിലെ കല്യാണം ഡിവോഴ്സ് ചെയ്യണ്ടേ? ഒരേ സമയം 2 കെട്ട് പാടുണ്ടോ? എന്ത്? അവളുടെ നിലവിലെ ഭർത്താവ് ഞാനാ. ആദ്യം എന്നെ ഡിവോഴ്സ് ചെയ്യണം, എന്നിട്ടേ നിനക്ക് കെട്ടാൻ പറ്റൂ. ഞാൻ താലി കെട്ടിയ പെണ്ണാടോ അവള്? എന്റെ കാവ്യ. താൻ കണ്ടില്ലായിരുന്നോ ആ താലി? അതവളുടെ കഴുത്തിൽ തന്നെ ഉണ്ട്. അവസാനം വരെ അതവിടെ കാണുകയും ചെയ്യും. അവള് ജീവിച്ചിരിക്കുമ്പോ വേറൊരു താലി ആ കഴുത്തിൽ വീഴില്ല. നീ അവളെ കെട്ടാൻ പോകുന്നു. അത് കേട്ടാ എനിക്കൊരിക്കലും ദേഷ്യം വരില്ല. ഞാൻ ചൂടാവേണ്ട കാര്യമില്ല. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നു എന്നൊരാൾ പറഞ്ഞ നമ്മൾ അവനുമായിട്ട് വഴക്കുണ്ടാക്കോ അതോ ചിരിക്കോ? കാവ്യെ താൻ കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഈ നൂറ്റാണ്ടിലെ സൂപ്പർ കോമഡിയാണ്. അത് കേട്ടാ പൊട്ടിച്ചിരിക്കല്ലാതെ എന്തു ചെയ്യും? സത്യം പറഞ്ഞ എനിക്കിപ്പോ തന്നോട് സഹതാപ തോന്നുന്നേ. സത്യം. എന്തോ ഒരു തെറ്റിദ്ധാരണയില് താൻ ഒരുപാടങ്ങ് ചിന്തിച്ചു കൂട്ടിയതായിരിക്കും. വിവാഹം കഴിക്കണമെന്ന് താൻ കാവ്യയോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. സുഹൃത്തെ, നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയിട്ട് 5-10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇത്രയും സമയം കൊണ്ട് തന്നെ
തനിക്ക് ചിലപ്പോ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചേക്കും. പക്ഷെ കാവ്യെ മനസ്സിലാക്കാൻ ഒരായുസ് പോലും പോരാ. ഞാൻ സത്യം പറയുന്നത്, അവളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് ഒറ്റ ആളേ ഉള്ളൂ, ജീവ. ഈ ഞാൻ. അത് മാറില്ല. അത് മാറില്ല എന്ന് വിശ്വസിപ്പിക്കാൻ എനിക്ക് സത്യം ചെയ്ത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ലോകത്ത് ഞാൻ അറിഞ്ഞ ഏറ്റവും വലിയ സത്യം കാവ്യാണ്. താൻ ടെൻഷൻ ആവണ്ട, വിഷമിക്കുകയും വേണ്ട. ചിലപ്പോ ജുവാൻ കരുതുന്നുണ്ടാവും ഞാൻ കഥകൾ ഉണ്ടാക്കി പറയുകയാണെന്ന്. ജസ്റ്റ് കാവ്യ ഒന്ന് വിളിക്കൂ, വിളിച്ചൊന്ന് ചോദിച്ചോളൂ. വേണ്ട, ഞാനിപ്പോൾ ജീവിയെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ശരി. ഒന്ന് വേഗം വാ. മീറ്റിംഗ് കഴിയാറായില്ലേ ഇതുവരെ? എന്തൊരു മീറ്റിംഗ് ആയത്? സത്യം പറഞ്ഞ കുറ്റബോധമാണോ, നാണക്കേടാണോ, ചമ്മലാണോ, എന്താണിപ്പോ എന്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞ ജീവിക്ക് മനസ്സിലാവുകയില്ല. ആർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാ ജുവാനിത്. കാവ്യെപ്പോലെ ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവള് ജീവിതത്തിലേക്ക് വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ആരും ആഗ്രഹിക്കും. ജീവ പറഞ്ഞു നേരെ. ഒക്കെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ. ഒക്കെ ഞാൻ ചിന്തിച്ചൂട്ടിയെടുത്തതാണ്. കാവ്യ ഒരു നോട്ടം കൊണ്ടുപോലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ ജീവ, ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു ഭാര്യ, ഇത്രയും സമയത്തെ പരിചയം വെച്ച് തന്നെ പറയാം, ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു ഭർത്താവ്, നിങ്ങൾ എന്തിനാകുന്നത്? തൽക്കാലം ഒറ്റ വാക്കിൽ മറുപടി പറയാനേ നിവൃത്തിയുള്ളൂ. വിധി. വിധിയെ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിന് വിധി തന്നെ വിചാരിക്കണം. വിചാരിക്കുമായിരിക്കും. കാവ്യയുടെ കരിയറിൽ എന്തൊക്കെയോ ചില ഭീഷണികളെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അവളുടെ ജീവിതത്തിന് ഭീഷണിയെന്ന് വെച്ചാൽ അത് എന്നെയും ബാധിക്കുന്നത്. അതിന്റെ അന്വേഷണങ്ങളൊന്ന് തുടങ്ങാൻ വേണ്ടി, അവളുടെ അവസ്ഥകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയൊക്കെയാ ഞാൻ ജുവാനെ കോണ്ടാക്ട് ചെയ്തത്. അത് നന്നായി. കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി തുടങ്ങാൻ പോവുക ആ MLA ഭാസ്കർജി. കാവ്യക്കെതിരെ അയാൾ ഇറങ്ങിയിരിക്കുക. മുമ്പൊരിക്കൽ ഞാൻ ഇടപെട്ടതാ. അയാള് ഒതുങ്ങി തന്നെ കരുതി. പക്ഷേ അയാൾ ആരാ ആള്? അയാൾ വീണ്ടും ഇറങ്ങിയിരിക്കുക. ഞാൻ കാവ്യ വിളിച്ചിരുന്നു, ഒരു മുന്നറിയിപ്പ് കൊടുക്കാനും സഹായം ചെയ്യാനുമായിട്ട്. പക്ഷേ കാവ്യക്കെന്തോ എന്റെ സഹായത്തിൽ താല്പര്യമില്ലായിരുന്നു.
സാരമില്ല ജുവാൻ, ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഇറങ്ങുക, രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങുക. ഗ്രേറ്റ്. പക്ഷേ ജീവ വളരെ കെയർഫുൾ ആയിരിക്കണം. അയാൾ വൃത്തികെട്ടവരിൽ വൃത്തികെട്ടവനാ. എനിക്കോ ജീവയ്ക്കോ ഒരു ലെവലിൽ താഴാൻ പറ്റില്ല. അയാൾക്ക് പക്ഷേ ഉയരാനാ പാട്. താഴെ ചെളിക്കുണ്ടി കിടക്കുന്നതാ അയാൾക്ക് രസം. അപ്പൊ പിന്നെ ഞാനും ചെളിക്കൂടിലേക്ക് തന്നെ ഇറങ്ങാം. അവിടെ ചെന്ന് പൊക്കിയെടുക്കാം. സത്യം പറഞ്ഞ ഇപ്പൊ വല്ലാത്തൊരു സമാധാനം തോന്നുന്നു. ഞാൻ കാവ്യെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചതിന്റെ ഒരു കാരണം കാവ്യെ പോലെ ഒരാൾക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ കൂടി വേണ്ടിയാ. പക്ഷേ ഇപ്പൊ സന്തോഷം സമാധാനം തോന്നുന്നു. പിന്നെ കാര്യം അറിയാതെ ഓരോന്ന് ചെയ്തതിലും സങ്കല്പിച്ചു കൂട്ടിയാലും ഒരു നാണക്കേടും. നാണക്കേടോ? ഇയാളൊരു നല്ല മനുഷ്യനാടോ? ഈ രീതിയിലാണെങ്കിലും തന്നെ പോലെ ഒരാളെ ഫ്രണ്ടായിട്ട് കിട്ടിയല്ലോ. എനിക്കാ സന്തോഷം. ഒരു താരത്തിന്റെ ഫ്രണ്ടായതിലല്ല, ഒരു നല്ല മനുഷ്യന്റെ കൂട്ടുകാരനായതിൽ. നമ്മളൊക്കെ ഒരേ വേവിലെന്താ സമാധാനമായി ജീവിച്ചു പോവുക. അതിനപ്പുറം താല്പര്യങ്ങളില്ലാത്ത രണ്ടുപേർ. അപ്പൊ ഓക്കെ ജുവാൻ, ഓക്കെ. കാര്യങ്ങൾ ഞാൻ അപ്പപ്പോ അറിയിച്ചുകൊണ്ടിരിക്കാം. എന്തിന് ഞാൻ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ജുവാന്റെ ഹെൽപ്പ് വേണ്ടിവരും. ഇപ്പോ ഞാനായിട്ട് തന്നെ നോക്കട്ടെ. അപ്പൊ ഓക്കെ ജുവാൻ. ഓക്കെ. പിന്നെ ജുവാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിതിൽ ഇടപെടുന്ന കാര്യം കാവ്യ അറിയരുത് ഒരിക്കലും. ഇത് വാക്കായിരിക്കണം. ഓക്കെ. ഹലോ ചേട്ടാ. ആകാശേ, ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കൊച്ചിയിലുണ്ട് ചേട്ടാ. എന്താ അങ്ങോട്ട് എത്തണോ? അത് വേണ്ട, ഒരു ചെറിയ ഹെൽപ്പ് വേണം. ചെറിയ ഹെൽപ്പോ? ചേട്ടാ, എത്ര വലിയ കാര്യമായാലും ഞങ്ങൾ റെഡി. ചേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ എത്ര പേരുണ്ട് ആകാശിന്റെ കോണ്ടാക്റ്റിൽ? ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറ. വ്യക്തിപരമായ ഒരു ആവശ്യമാണ്. എന്തോ ആവട്ടെ, ചേട്ടനിപ്പോ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ റെഡിയാണല്ലോ. ശരി ചേട്ടാ. ഓക്കെ, ബൈ. മോളെ, അപ്പു, ഞാനൊരു കാര്യം രണ്ടുപേരോടും ചോദിക്കാം. എന്താ അമ്മ? ഒരാള് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു, എന്നുവെച്ചാൽ പേടിപ്പിക്കുന്നു. നമ്മളൊരു കാര്യം ചെയ്താൽ തല്ലും, കൊല്ലും, കുട്ടികളെ തട്ടിക്കൊണ്ടുപോവും, അങ്ങനെയൊക്കെ. അയാള് പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ കഴിയാം. അയാള് സമ്മാനങ്ങളും തരും. അങ്ങനൊരവസ്ഥയില് നമ്മൾ എന്ത് ചെയ്യണം? ആരെയാ അമ്മ പേടിപ്പിച്ചേ? അതാരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ അമ്മ തന്നെയാണെന്ന് വെച്ചോ. അങ്ങനൊരു സിറ്റുവേഷനില് അമ്മ എന്ത് ചെയ്യണം? അയാള് പറയുന്നതനുസരിച്ച് പിന്മാറണോ, അതോ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം? ഉറച്ചു നിൽക്കണോ അമ്മ, ഉറച്ചു നിൽക്കണം. മോളെന്താ ഒന്നും പറയാത്തത്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിനാ അമ്മ ചോദിക്കുന്നത്. വലിയ പ്രശ്നമാണോ അമ്മേ? അമ്മ ഇപ്പൊ ഒന്നും പേടിക്കണ്ട, ഞാൻ അവനെ ഇടിച്ചു ശരിപ്പെടുത്തും. അമ്മ പറയൂ,
അമ്മക്ക് ടെൻഷൻ ഉണ്ടോ? അമ്മയ്ക്ക് നിങ്ങളെ ഓർത്തുള്ള ടെൻഷനുണ്ട്. മോള് പറഞ്ഞില്ല എന്ത് ചെയ്യണോന്ന്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ന്യായം നമ്മുടെ ഭാഗത്തല്ലേ അമ്മ? 100%. അമ്മയുടെ കാര്യം ഇപ്പൊ പറഞ്ഞത് അല്ലേ? ആണോ അമ്മേ? ഉം. അതെ മക്കളെ, ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. അയാളുടെ കൂട്ടുകാരനെതിരായിട്ട് കോടതിയിൽ വാദിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ അനുസരിക്കും. അമ്മ വാദിക്കണം. ശരിയാ, അമ്മ വാദിക്കണം. മതി, എനിക്കിത് കേട്ടാ മതി. പോലീസിൽ പരാതി കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാ. അതൊരു ധൈര്യവുമാണ്. അനിയച്ചന് പരിചയമുള്ള CIയാ. പുള്ളി വേണ്ടത് ചെയ്യും. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിന്റെ ബലമുണ്ടല്ലോ, ആ ഒരു ബലം ലോകത്തെ സകല പോലീസ് വന്നാലും കിട്ടണമെന്നില്ല. മതി, അമ്മയ്ക്ക് സന്തോഷായി. പറ്റിയ അവസരമാണിത്. അമ്മയ്ക്ക് കുറച്ചുകൂടി ശക്തി വേണം, കുറച്ചുകൂടി ധൈര്യം വേണം. പേടി മാറാൻ ഒരു വഴിയുണ്ട്. അതെന്ത് വഴി? അമ്മ വന്നേ. വാ. എങ്ങോട്ടാ മോളെ? വാ. ഹ, നീ കാര്യം എന്താന്ന് പറ. വാ, അമ്മ വന്നേ. എന്തോ പുതിയ നമ്പർ ആണല്ലോ. വാ അമ്മ. എന്താ മോളെ? വാ. അമ്മയ്ക്ക് ശക്തി തരാൻ ജീവസാറിന് പറ്റും. ആ, അത് ശരിയാ. ജീവസാറ് ശക്തിവാനാ. ഞങ്ങൾ കാര്യങ്ങൾ വിചാരിച്ചപ്പോഴൊക്കെ ജീവസാറ് സാധിച്ചു തന്നിട്ടുണ്ട്. ജീവസാറെ, എന്റെ അമ്മ പാവോ. അമ്മ വലിയ പ്രശ്നത്തിലാ. അമ്മയെ രക്ഷിക്കണം ജീവസാറെ. അമ്മയും പ്രാർത്ഥിച്ചോ, ജീവസാറ് രക്ഷിക്കും, ഉറപ്പാ. അമ്മേ, ദേ ജീവസാറിനെ നോക്ക്. ജീവസാറെ രക്ഷിച്ചോളാന്ന് പറയുന്ന പോലെ തോന്നില്ലേ? ധൈര്യമായിട്ടിരിക്കെ. ജീവസാറിന്റെ ശക്തി അമ്മയ്ക്ക് കിട്ടട്ടെ. ജീവസാറിന്റെ എല്ലാ ശക്തിയും എന്റെ അമ്മയ്ക്ക് കൊടുക്കണേ. ദിയ, എന്താ അമ്മേ? നല്ല കാര്യമല്ലേ ഞാൻ ചെയ്തത്. ഇനി ഏത് പ്രശ്നം വന്നാലും ജീവസാറിനോട് പറഞ്ഞാ മതി, സാറ് നോയിക്കോളും. പ്രശ്നം വന്നാൽ എനിക്ക് സ്വയം നോക്കാൻ അറിയാം. അമ്മ എന്തിനാ ചൂടാവുന്നത്? പറഞ്ഞതെല്ലാം കൊള്ളാം, പക്ഷേ കുറച്ചു കൂടിപ്പോയി. ജീവസാറിന്റെ പടത്തിൽ തൊട്ട് അമ്മയുടെ ദേഹത്ത് വയ്ക്കാൻ പോയത് എന്തിനായിരുന്നു? അതെനിക്കിഷ്ടായില്ല. അതെ, ശക്തി കിട്ടാനുള്ള വഴികളാ. ജീവസാറിന്റെ ചേച്ചിക്ക് അടുത്തറിയാം, അത് ഉറപ്പാ. ഹലോ.
എന്റെ പൊന്നച്ചോ, എനിക്ക് ചിരിച്ചിട്ട് വയ്യായി. സത്യം പറഞ്ഞ നല്ലൊരു കോമഡി കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ട് കാലം കുറേയായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാ, പക്ഷെ അതനുസരിച്ചില്ല. ഇപ്പൊ ഞാൻ വിളിച്ചതേ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനാ. ചിരി ഒരു അപാര മരുന്നാണല്ലോ. അഹങ്കാരത്തോടെ ചിരിച്ച പലർക്കും അവസാനം കരയേണ്ടിയും വന്നിട്ടുണ്ട്. അത് മറക്കണ്ട. വക്കീൽ സാരോപദേശം പറഞ്ഞ് ആ കോമഡിയുടെ ത്രില്ല് കളയാതെ. എന്ത് കോമഡിയെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്? ആർട്ടിസ്റ്റ് അത് മറന്നു. എന്ത് കോമഡിയാണ്. എനിക്കെതിരെ പരാതി കൊടുത്തത്, എന്നെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കണമെന്നും പറഞ്ഞു പരാതി കൊടുത്തത്, സ്പീക്കറുടെ അനുവാദം വാങ്ങി എന്നെ അകത്താക്കാനുള്ള പരാതിയെ നടന്നു. ഈ നൂറ്റാണ്ടിൽ ഇതിലും വലിയ കോമഡി ഉണ്ടോ വക്കീല്? വക്കീലിന്റെ മറുപടിയില്ല. ഞെട്ടി നിൽക്കുകയാണോ? എന്നെ നിനക്കറിഞ്ഞൂടാ. നിന്നെ വെട്ടിയെരിഞ്ഞ് കടലിൽ തള്ളുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്നെ വെട്ടിക്കൂട്ടിയിട്ട് കൂടെ ഉള്ളവരോടായിരിക്കും പറയുക വാരി കടലിൽ തള്ളാൻ. നീ ആരാ? നീ എന്ത് കണ്ടാണ് ചാടുന്നേ? നിന്റെ പിള്ളേർക്ക് തള്ളയില്ലാതാകുകയല്ല, ആദ്യം നിനക്ക് നിന്റെ പിള്ളേരില്ലാതാകും, പിന്നെ നിന്നെ കെട്ടിയെടുക്കും. പല ആംഗിളുകളിൽ നിന്ന് അറ്റാക്ക് വരാൻ പോകുന്നേ. നീ കണ്ടോ? നിന്നെ രക്ഷിക്കാൻ ആര് വരുമെന്ന് നോക്കട്ടെ.